ആ മാന്യന്മാരെല്ലാം കൂട്ടി കയറിയാ? അല്ല പിന്നെ അത് തന്നെ അതിന്റെ അമ്മ നമ്മുടെ മോളെ വൈകിട്ട് കെട്ടിയെടുക്കതല്ലേ പറഞ്ഞത്. വരുമ്പം പറയണം അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുണ്ടായിരുന്നെന്ന്. അതിനി പറയേണ്ട ആവശ്യം വരില്ല അച്ഛാ. വരേണ്ട ആവശ്യം വരില്ല. എൻ്റെ പൊന്നോ വന്ന് കയറിയാ തുടങ്ങും ഓരോന്നും ഇതിന് കിണ്ടി ചോദിക്കാം. എവിടെ പോയി, ആരോടെ പോയി, ആരെ ഫോൺ വിളിച്ച്, എപ്പോൾ വന്ന് ഉണ്ടാ ഉറങ്ങിയ ശല്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശല്യം ലോകത്താരുമില്ല. എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ ഉദ്ദേശിച്ചാണ് അച്ഛൻ ഇങ്ങനെ വെറുതെ വിടണം. അല്ലെങ്കിൽ അവളെ അടിച്ചോളെ എപ്പോ എപ്പോ വന്നു പോയ വഴി അങ്ങ് മുകളിലോട്ട് എടുത്തെന്ന് വിചാരിച്ചെന്നെ. ഈ വർഷമെങ്കിലും നിങ്ങൾ നന്നാവൂന്ന് ഞാൻ വിചാരിച്ചു. നന്നാവൂല. എല്ലാ കൊല്ലം അച്ഛൻ നന്നാന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മയെ കാണുമ്പോൾ എനിക്ക് ബഹുമാനം ഉണ്ടമ്മ. ഉണ്ടല്ലോ, അത്രയും മതി. കുഴപ്പമില്ല. ഇങ്ങനെ വന്ന് കയറിയതുകൊണ്ട് ചില ആൾക്കാരുടെ മനസ്സിലിപ്പും വായിന്ന് പുറത്തേക്ക് വരുന്നതൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ. അത് മതി. എന്നാ ഞാൻ കാര്യം പറയട്ടാ. നീല് പറയാ നിൽക്കണത് ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചത്. അല്ല ഇതുവരെ ഞാൻ അവളെ അടിച്ചു വന്നോ എന്നൊക്കെ പറഞ്ഞോടാ. കണ്ണടിച്ച് കാണിച്ചെടുത്തില്ലേ? ഞാൻ പൊട്ടിയെന്ന് വിചാരിച്ചു ആണോടാ? ഇല്ല. ഇപ്പൊ നിനക്ക് എന്തോന്ന് വേണം? നീ പറഞ്ഞ നീ ഇല്ലാത്തപ്പോൾ ഞാൻ അമിത സ്വാതന്ത്ര്യം കാണിച്ചു, ഞാൻ പുറത്തു പോയി, നവാസുടെ കൂട്ടുകൂടി എന്നൊക്കെ ഇതൊക്കെ നീ പറഞ്ഞ ഞാൻ അങ്ങ് സമ്മതിച്ചു തരണം. ഞാൻ സമ്മതിച്ചു പസന്ത് തന്നില്ലേ? എത്ര സത്യസന്ധമായ കുറ്റസമ്മതം. ക്ഷമിച്ചെന്ന് പറ. ഇങ്ങനോട് ഞാൻ ക്ഷമിക്കാനാ? നിങ്ങൾ ഈ വീടിന്റെ പുറത്തിറങ്ങണത് ഇനി എനിക്കൊന്ന് കാണണം. എന്താണ് ഇപ്പൊ ഒന്ന് കേൾക്കാത്തത്? ആക്ടിങ് ഒന്നും പോരച്ച, ഒറിജിനാലിറ്റി ഇല്ല. മാറ്റി പിടിക്കണല്ലേ? പഠിക്കണടി? എനിക്കത് കണ്ടുകൂടി. അല്ല നീ പഠിക്കുവാണോ അതോ പഠിക്കുന്ന അഭിനയിക്കണോ അറിയാൻ ചോദിച്ചല്ലേ? അല്ലാടാ ഞാനവിടെ തലകുത്തി നിൽക്കുമോ എന്തി? ശിവ വരെ നിനക്കൊരു ബഹുമാനം ഇല്ല കേട്ടാ. ഞാൻ നിന്റെ ചേട്ടനാണേ, ഓർമ്മ വേണം. നീ കാണിക്കുന്നുണ്ടല്ലോ ഈ കൊച്ചും കാണിക്കണത്. ഇവള് കണ്ടു പഠിച്ച നിന്റെ വിധി വന്നു കരുതി സമാധാനിക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ പേടിക്കണേ, ചേട്ടനെ ഞാൻ നന്നായിട്ട് ബഹുമാനിച്ചോളാം. സന്തോഷമായില്ലേ കേശുവേ? കൊച്ചു നിന്നെ നന്നായിട്ട് ബഹുമാനിച്ചോളൂ. അതുകൊണ്ട് ചേട്ടാ ആരാ വരുന്നേ? അത് ജയന്തനങ്ങൾ. സുഖമായിട്ടിരിക്കുന്ന അറിയോ? പിന്നെ അവക്ക് സ്ഥിരമായിട്ട് കാണുന്ന ബന്ധുക്കാരെ പോലെ ഓർമ്മയില്ല. പിന്നെയാണ് ആണ്ടിലും കൊലത്തിലും വരുന്ന അങ്ങള്. പാൽക്കുടി ഇതുണ്ടല്ലോ, നമ്മുടെ ശങ്കരപ്പൂപ്പനില്ലേ, അപ്പൂപ്പന്റെ മോളുടെ ഭർത്താവാണ് ജയന്തനങ്ങള്. നീ പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട, വാർക്കുട്ടിക്ക് എന്നാ അല്ലേ? നിങ്ങളെ എവിടെയായിരുന്നു കുറേ നാള്? ഒരു വിവരം ഇല്ലായിരുന്നല്ലേ? ഒന്നും പറയണ്ട മക്കളെ, വലിയൊരു യാത്രയിലായിരുന്നു. അത് സ്വാഭാവികം, എപ്പോഴും യാത്രയിലായിരിക്കുമല്ലോ. അതെ ഈ സമൂഹത്തിലെ അഴിമതി അക്രമത്തിനെതിരെ നമുക്ക് കണ്ണടച്ചിരിക്കാനൊക്കെ ഇല്ല, അതുകൊണ്ടൊരു യാത്ര. അങ്കിളിനെ ഞാൻ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഞാനേ പുതിയതായിട്ടൊരു കഥ എഴുതുന്നുണ്ട്. അപ്പം അങ്കിളുടെ സൈഡിൽ നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു തരികയാണ്. നമുക്കൊന്ന് ഇരിക്കണം കേട്ടോ. ഇരിക്കാം അത് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യാം? അകത്തുണ്ടോ? അച്ഛാ, അമ്മ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ? കാക്കപ്പറമ്പിൽ കൊച്ചുകുട്ടൻ വൈദ്യൻ മകൻ ജയന്തൻ ആഗമനായിരിക്കുന്നു. ഇതിനെ കോടതിയിലൊക്കെ വിളിച്ചു പറയുന്ന പോലെ കുറെ നാൾക്ക് ശേഷം വന്നേല്ലേ, ഒരു എൻട്രി പഞ്ച് തന്നതാ. ആ കോടതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കേസുണ്ടായിരുന്നു. കേസിന് വഴക്കണമെന്ന് ഇപ്പോഴും ഒരു കുറവില്ലേ ഞങ്ങളെ? മോനെ, ഇത് ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ സാക്ഷിയാണ്. അങ്കിൾ സാക്ഷിയാണോ? അതാ വാ, അകത്തേക്ക് വാ, നമുക്ക് വിശദമായിട്ടൊന്നിരിക്കണം. വിശദമായിട്ടിരിക്കും. വാ 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 വാർക്കുട്ടിയേ.